അച്ഛൻ്റെ എല്ലാ ചെങ്കൾക്കും വണക്കം. അതെ, ഞാനിപ്പം അത്യാവശ്യമായിട്ട് സാധനം പറയാനായിട്ട് വന്നേക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ജീവിതത്തിൽ സംഭവിക്കാം. വേറൊന്നുമല്ല, ഞാൻ ഈ കഴിഞ്ഞ ഒരു 4 ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഫാമിലി മൊത്തമായിട്ട് ഇംഗ്ലണ്ടിലായിരുന്നു. അപ്പം ഞാൻ ഇന്നിപ്പോൾ രാവിലെ 6 മണിക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റാണ്. റയനെയർ ആയിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഫാമിലി പ്ലസ് പാക്കേജായിരുന്നു ഞാൻ എടുത്തിരുന്നത്, ഈ ലഗേജ്. അപ്പോൾ അതെല്ലാം കൂടെ ഒരാൾക്ക് ഒരു വലിയൊരു പെട്ടി, 20 കിലോയുടെ ഒരു വലിയ പെട്ടിയും കൂടാതെ 5-10 കിലോയുടെ, ഞങ്ങൾ 5 പേരുണ്ട്, 5 പേർക്ക് 10 കിലോയുടെ ചെറിയ പെട്ടികളും അവർ ചെക്ക് ഇൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തു. ചെക്ക് ഇൻ ലഗേജ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ കൗണ്ടറിൽ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് വലിയ പെട്ടി മാത്രം കയറ്റി വിട്ടാൽ മതി, ചെറിയ പെട്ടി നിങ്ങൾക്ക് കൈ കൊണ്ടുപോകാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അത് പ്രകാരം ഞാൻ ഇങ്ങോട്ട് വന്നപ്പം കയ്യിൽ കൊണ്ടുവന്നു, കുഴപ്പമില്ല, ചെറിയ പെട്ടികളാണ്. അവർ ഗേറ്റിങ്ങിൽ നോക്കി, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ലണ്ടൻ എയർപോർട്ടിൽ വെച്ച്, സ്റ്റാൻസ്റ്റഡിലാണ്, ലണ്ടനിൽ വെച്ചാണ് ഞാൻ കയറുന്നത്. ബാസിലിലേക്കാണ് ഫ്ലൈറ്റ്. അവരെൻ്റെ ലഗേജ് ചെക്ക് ചെയ്തു. ലഗേജ് ഞാൻ അവിടെ ഷാൾട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലഗേജ് കൊടുക്കുന്നിടത്ത് ഞാൻ ചെന്നപ്പോൾ അവളെൻ്റെ 20 കിലോയുടെ പെട്ടി മേടിച്ചിട്ടു. അപ്പം എൻ്റെ മൊബൈലിൽ നിന്ന് സ്കാൻ ചെയ്യുന്നില്ല. അപ്പം ഞാൻ അവിടുന്ന് അവരുടെ ഒരു സ്റ്റാഫിനെ വിളിച്ചു, റയനെയറിൻ്റെ ഒരു സ്റ്റാഫിനെ വിളിച്ചു. അവരെൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അവരാണ് ഇത് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, മോനെ ഇത് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ വന്ന് സ്കാൻ ചെയ്തു. അവൻ തന്നെയാണ് എൻ്റെ ഒരു പെട്ടി എടുത്ത് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി 5 പെട്ടി കൂടെ ഉണ്ട്, അത് വേണ്ട, അത് നിനക്ക് കൈ കൊണ്ടുവന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു. അപ്പം എൻ്റെ മകൾ പറഞ്ഞു, ഞാൻ അവനോട് ഒന്നുകൂടി ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ മകൾ പറഞ്ഞു, ഡാഡി അവൻ അങ്ങനെയാണ് പറഞ്ഞത്, ഒരു കുഴപ്പമില്ല, നമുക്ക് കൊടുത്തി കൊണ്ടുവന്നു. പക്ഷേ ഗേറ്റിങ്ങിൽ വന്നപ്പോഴത്തേക്കും ഇത്തവണ അവർ പറഞ്ഞേ, ഇത് നീ കയറ്റി വിടേണ്ട പെട്ടിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ 5 പേർക്ക് 5 ഇല്ലായിരുന്നു, 4 ഉണ്ടായിരുന്നു. ഈ 4 പെട്ടിക്ക് ഒരെണ്ണത്തിന് ഇനി 46 പൗണ്ട് വെച്ച് കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ അവിടുന്ന് പഠിച്ച് പണി 18 നോക്കി, നിങ്ങൾ ചെക്ക് ചെയ്യും, വീഡിയോയിൽ ചെക്ക് ചെയ്യും, അവൻ ഞങ്ങളോട് വന്ന് പറഞ്ഞതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. സമ്മതിച്ചില്ല. അവർ പറഞ്ഞ്, ഞാൻ കയറ്റി വിട്ട് എൻ്റെ 20 കിലോയുടെ പെട്ടിയും കൂടെ ഓഫ് ലോഡ് ചെയ്യും, മാത്രമല്ല ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ പുതിയ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോകണമെന്ന് പറഞ്ഞു. ഓക്കെ, ആയിക്കോട്ടെ, എന്തും വരട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ പൈസ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ എൻ്റെ പെട്ടി അവർ കയ്യിൽ നിന്ന് അങ്ങ് മേടിച്ചുകൊണ്ട് പോയി. 46 പൗണ്ട് വെച്ച് 4 പെട്ടിക്ക് ഏകദേശം 200 പേർക്ക് ഞാൻ 200 പൗണ്ടോളം ഞാൻ കൊടുത്തു. ഓക്കെ, ബാക്കി ഞാനിത് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ എല്ലാം ഓഫ് ചെയ്യാൻ പറഞ്ഞേ. ഓക്കെ, താങ്ക് യു. അപ്പം എന്തായാലും എന്തും പറ്റുന്ന കരുതി ഞാൻ സംഭവം അവരുടെ കൊടുത്ത് കയറ്റി വിട്ടു. ഞാൻ ഫ്ലൈറ്റിൽ വന്നു, ഫ്ലൈറ്റ് വിട്ടു, റൺവേയിൽ ചെന്ന് ഇത് ചെയ്തപ്പോഴത്തേക്കാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് എൻ്റെ കാരണം ഈ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ വന്നപ്പോഴത്തേക്ക് ഈ ഹാൻഡ് ലഗേജ് എല്ലാം കൂടെ അവിടെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുമല്ലോ. അപ്പം സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എൻ്റെ പവർ ബാങ്ക് ഈ പെട്ടിക്കകത്തായി, എന്ന് പറഞ്ഞാൽ ചെറിയ പെട്ടിയാണ്, 10 കൈ വലിച്ചുകൊണ്ട് പോകാനുള്ള പെട്ടി. ആ പെട്ടിക്കകത്ത് നമ്മൾ അറിയുന്നില്ല, ഇതൊന്നും ഇത് കയറ്റി വിടുന്നൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഇപ്പം ഫ്ലൈറ്റിൽ വന്ന് ഫ്ലൈറ്റ് ചെയ്യപ്പെടുത്തേക്ക് ഞാൻ പെട്ടെന്ന്, കാരണം മൊബൈൽ ചാർജ് ചെയ്യണമെന്നുള്ള ഇതിൽ നോക്കിയപ്പോഴത്തേക്ക് പവർ ബാങ്ക് ഇല്ല. എന്ത് ചെയ്യാം? പെട്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പവർ ബാങ്ക് പെട്ടിക്കകത്തിരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ഞാനൊന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്തിരിക്കുന്നവരെല്ലാം കേട്ട് ഞാനിത് അവരോട് പറയുന്നത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അവൻ പറഞ്ഞു, ഞാൻ പൈലറ്റിനോട് പറയാം, എന്നൊരു ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പൈലറ്റിനോട് ചോദിച്ചു, കാരണം ഞാൻ ഇങ്ങനെ ഒരു ഡിക്ലെയർ ചെയ്ത് ഞാൻ പറഞ്ഞു, എല്ലാവരുടെയും മുമ്പിൽ വെച്ചതാണ്. ഇനി നാളെ എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം കുഴപ്പമാണ്. അവരന്നേരം ഫ്ലൈറ്റ് സ്റ്റോപ്പ് ചെയ്തു, തിരിച്ചിവിടെ വന്നു, വീണ്ടും ഇറക്കി, പെട്ടിയെല്ലാം ഇറക്കി എൻ്റെ അതിനകത്തുനിന്ന് ആ പവർ ബാങ്ക്, ചെറിയ പവർ ബാങ്കായിരുന്നു, അത് പുറത്തെടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇത് ലഗേജ് കയറ്റി വിടാൻ നേരത്തെ നീ അത് ഡിക്ലെയർ ചെയ്തിട്ടില്ലേ, എന്തുകൊണ്ടാണ് ഇത് സാധനം എടുക്കാഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അന്നേരമല്ല കയറ്റി വിട്ടെ, എൻ്റെ ഈ ഫ്ലൈറ്റിൻ്റെ ഇവിടെ വെച്ചിട്ട് അവർ ഗേറ്റിങ്ങിൽ വെച്ചിട്ട് അവർ എൻ്റെ മേടിച്ചുകൊണ്ട് പോയത്, അന്നേരം ഞാൻ ഓർത്തില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സാധനം തിരിച്ചു ചെന്നു. പക്ഷേ വേറൊരു കാര്യമാണ്, ഇപ്പം എത്ര മണിക്കൂറായെന്നറിയാം, ഏകദേശം 1 മണിക്കൂറായി. 6 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റ് ഇപ്പോൾ 7 മണി 6 ഫ്ലൈറ്റ് പോകേണ്ട, ഇതുവരെ പോയിട്ടില്ല. ഇത്രയും 10-200 പേരും ഇത് നോക്കിക്കുക, വീണ്ടും ഇവിടെ ഇത്രയും പേരുടെ സമയവും ഒന്ന് കണക്കുകൂടി. ഏതായാലും ഒന്നും പറയണ്ട, ഇതാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് ഈ റയനെയറിൽ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് എല്ലാവരും സൂക്ഷിക്കുക. ലഗേജിൻ്റെ കാര്യത്തിനകത്ത് ഇവർ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പിടിച്ചുപറി പോലെ കേട്ടോ, കാശ് അടിച്ച് മേടിക്കുന്നത്. കുഴപ്പമില്ല, ഇപ്പം എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പം പറയാം, ഞാൻ ബലം പിടിച്ചിരിക്കും, ഞാൻ പൈസ കൊടുത്താന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവരെന്നെ കയറ്റി വിടത്തില്ല. ഞാൻ വീണ്ടും പുതിയ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം,
ഞങ്ങൾ 5 പേരുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം, പ്ലസ് ഈ ലഗേജ് എല്ലാത്തിനും ഞാൻ വീണ്ടും പേ ചെയ്യണം. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ വരും. പോട്ടെന്ന് എഴുതിക്കൊണ്ട് വയ്ക്കുക. അപ്പം ദൈവം അവർക്കിട്ട് കൊടുത്തൊരു പണി കണ്ട, എനിക്കിട്ടൊരു പണി അവർ തന്നപ്പോഴത്തേക്ക് അവർക്കിട്ട് തിരിച്ച് ഒന്ന് പണി കൊടുത്ത് കണ്ട ഇതാണ്. അപ്പം എന്താ ഇപ്പം പറയാം, അച്ചായന് തുണയായിട്ട് ദൈവമുണ്ട്. ഇതൊരു പണി ഞാനായിട്ട് കൊടുത്തതല്ല, ദൈവമായിട്ട് കൊടുത്തത്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാതിരിക്കാമായിരുന്നു ആ പവർ ബാങ്ക് അതിനകത്തുണ്ടെന്നുള്ളത്. പക്ഷേ ഞാൻ പറയാതിരുന്നിട്ട് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അന്നേരം പിന്നെ ഞാൻ കുഴപ്പക്കാരനാവും, ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് അച്ഛൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ ബൈ.